ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുടെ എല്ലാം കിഴിക്കാത്തണ്ട് കീഴിലേക്ക് പോവാം. ഓക്കെ. ടൈല് ഹെഡ് എന്താടാ? ഒന്നുമില്ലടാ, 2 ദിവസമായിട്ടേ വിളിച്ചിട്ട് രക്ഷയില്ല, കിട്ടുന്നില്ല. ഓക്കെ, ഫസ്റ്റ് വൺ ഗോളം സിനിമ തിയേറ്ററിൽ അത്യാവശ്യം നല്ല അഭിപ്രായം നേടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മലയാളത്തിലെ ത്രില്ലർ സിനിമകളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ആരാ? ജിത്തു ജോസഫ് അല്ലേ? പിന്നെ തീർച്ചയായിട്ടും. ഓക്കെ, ജിത്തു ജോസഫ് ഈ സിനിമ കണ്ടിട്ടുണ്ട്. ആൾ പറഞ്ഞത് ഇതൊരു വെൽ ക്രാഫ്റ്റഡ് സിനിമയാണെന്നുള്ളതാണ്. ഓക്കെ, സന്തോഷമായി. എന്തായാലും തലവനൊക്കെ കിട്ടിയ ആ ഒരു ഇതുണ്ടല്ലോ, അത് ശരിക്കും കിട്ടേണ്ടത് ഗോളത്തിലാണെന്നുള്ളതാണ് ചില ഇടങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടിയ റിപ്പോർട്ട്. കേട്ടറിവാണ്, നമ്മൾ കണ്ടിട്ടില്ല. ഇവിടെ ഗോളം നമ്മുടെ ഇവിടെ ഇല്ല, തിയേറ്ററിൽ ഇല്ല. അടുത്തത് SK വെങ്കട് പ്രഭു മൂവി. സിനിമ ഒരു പൊളിറ്റിക്കൽ സബ്ജക്റ്റ് പറയുന്ന സിനിമയായിരിക്കും എന്നാണ് കേൾക്കുന്നത് കേട്ടോ. ഈ റൂമേഴ്സ് നമ്മളെ ഇതിന് മുൻപ് ഒരു തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആണോ? SKന്റെ ആണോ അത് പറഞ്ഞത്? ദളപതി 69 കുറിച്ചല്ലേ പറഞ്ഞത്? പൊളിറ്റിക്കൽ സബ്ജക്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞത്. അതെന്തായാലും മാറിയിട്ടോ, അത് മാറ്റാൻ പറഞ്ഞല്ലോ. അത് ആള് തന്നെ പറഞ്ഞിട്ടുണ്ട്, എടുത്ത് മാറ്റിയിട്ട് പുതിയത് കൊണ്ടുവരാൻ. ഓക്കെ. അടുത്ത കീഴ് രവി തേജ 75. ഏകദേശം അത്രയൊക്കെ ആയിട്ടുണ്ടോ? അതെ, 75ാമത്തെ സിനിമ, രവി തേജ നായകനാവുന്ന സിനിമ. സിനിമയുടെ പൂജ നടന്നിട്ടുണ്ട്. ശ്രീലീലയാണ് നായികയായിട്ട് വരുന്നത്. കഴിഞ്ഞ റിലീസ് ചെയ്ത സിനിമ എല്ലാം അത് കഴിഞ്ഞ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് റിലീസ് ചെയ്ത സിനിമേന്റെ അവസ്ഥ ഭീഷ്മപർവത്തിന്റെ അതേ, അതായത് മൈക്കിളപ്പന്റെ ലുക്കൊക്കെ പിടിച്ചിട്ട് ഒരു വരവുണ്ട്. വല്ലാത്തൊരു സാധനം. അടുത്തത് ബസൂക്ക സിനിമയുടെ ടീസർ കട്ട്സ് കഴിഞ്ഞിട്ടുണ്ട്. ഒഫീഷ്യൽ, അതായത് ടീസർ എന്ന് വരും എന്നുള്ള ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഉടൻ തന്നെ, പോസ്റ്റർ ഉടൻ തന്നെ വരും എന്നാണ് കേൾക്കുന്നത് കേട്ടോ. എന്തായാലും 10 ദിവസത്തിന്റെ അടുത്തോളം ഇതിന്റെ CG വർക്കിന് എടുത്തിട്ടുണ്ടെന്നാണ്. അതായത് സിനിമയുടെ അല്ല, ടീസറിന് വേണ്ടി മാത്രം. അപ്പൊ സിനിമയ്ക്ക് വേണ്ടി എത്ര ഉണ്ടാവും? അപ്പൊ നല്ല CG ഉണ്ടാവുമല്ലോ. പിന്നെ ഇഷ്ടം പോലെ. ഓക്കെ, നോക്കാം. ഓക്കെ, അടുത്ത കിഴി സുമതി വളവ് സിനിമ റിലീസ് പ്ലാൻ ചെയ്യുന്നത് ക്രിസ്മസിന് സിനിമ പേടിപ്പിക്കാനെത്തും. നമ്മളെ പേടിപ്പിക്കുമോ? സുമതി വളവ് പേടിപ്പിക്കേണ്ടതാണ്. അതെ, അതെ, നമ്മുടെ മാളികപ്പുറം ടീമിന്റെ സിനിമയാണ്. അതുകൊണ്ട് തന്നെ പ്രതീക്ഷ ഉണ്ട്. അടുത്തത് GVP 2 സിനിമകളുടെ അപ്ഡേഷൻ തന്നിട്ടുണ്ട്. ഒന്ന് ലക്കി ഭാസ്കർ തങ്കലാൻ സിനിമയുടെ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. 2ന്റെയും സിംഗിളുകൾ, ഫസ്റ്റ് സിംഗിൾസ് വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് പ്രൊഡ്യൂസേഴ്സിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഉടനെ തന്നെ 2ന്റെയും സിംഗിൾ പുറത്തു വരുവാണ്. എന്തായാലും ലക്കി ഭാസ്കർ 27 സെപ്റ്റംബർ 27. ഓക്കെ, അടുത്ത കിഴി ലാലേട്ടൻ, ജിത്തു ജോസഫ്, ആന്റണി പെരുമ്പാവൂർ ഇവർ വീണ്ടും ഒരുമിക്കുന്നു എന്നുള്ള റൂമേഴ്സ് വരുന്നുണ്ട്. സോഷ്യൽ മീഡിയ ടോക്സ് ആണ് കേട്ടോ. എന്തായാലും നമ്മുടെ ജിത്തു ജോസഫും ആന്റണി പെരുമ്പാവൂറും ബിഗ് ബോസിൻ്റെ ഉള്ളിലേക്ക് കടന്നു പോയിട്ടുണ്ടായിരുന്നു. എന്തിനാ പോയത്? കാസ്റ്റിങ്ങിന് വേണ്ടിയിട്ട്. അതിൽ നിന്ന് ഒരു താരത്തിനെ കാസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് കേട്ടത്. അതായത് ജാസ്മിൻ ജാഫർ ആണോ എന്നുള്ള രീതിയിലാണ് വരുന്ന വിവരങ്ങൾ. ഓക്കെ, എന്തായാലും ഒരു ത്രില്ലർ കൂടി അല്ലേ? പറയാൻ പറ്റൂല, എല്ലാ ത്രില്ലർ തന്നെ ചെയ്യണമെന്നൊന്നുമില്ലല്ലോ. അത് പറയാൻ പറ്റില്ല, വേറെ പിടിക്കാലോ. ത്രില്ലറുകളുടെ തമ്പുരാന് ത്രില്ലർ മതി. അതൊരു സത്യം. ഒറ്റക്കൊമ്പൻ സിനിമയുടെ ഷൂട്ട് ജൂലൈ 1 തുടങ്ങും എന്നുള്ള റൂമറുകൾ അതിശക്തമായിട്ട് വരുന്നുണ്ട്. കൺഫേം ആയിട്ടില്ല, ഒഫീഷ്യലി വന്നിട്ടില്ല. ഉടനെ തന്നെ അതോ ഉണ്ടെങ്കിൽ ഒഫീഷ്യലി തന്നെ അനൗൺസ്മെന്റ് വഴിയായിരിക്കും. ഓക്കെ. അടുത്ത കിഴി എമ്പുരാൻ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നില്ലേ? ആ പോസ്റ്റർ ചെറിയ ഒരു കളർ ഗ്രേഡ്, ഒരു ചെറിയ ടച്ചപ്പ്, അത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഒറിജിനലാണ്. അതായത് സിനിമയിൽ അങ്ങനെയുള്ള രംഗം കാണാമെന്നുള്ളതാണ്. നമ്മളതിൻ്റെ പോസ്റ്റർ കണ്ടപ്പോൾ ഫുള്ള് കൊണ്ടുവച്ചതുപോലെ നമുക്ക് ഫീൽ ചെയ്ത്. പക്ഷെ അത് ഒറിജിനൽ ആണെന്നുണ്ടെങ്കിൽ അതൊരു ഒന്നൊന്നര സീനായിരിക്കും കേട്ടോ. നേരിട്ട് എനിക്കതിൻ്റെ എൻ്റെ മനസ്സിലേക്ക് പേടിയും തരുന്നുണ്ട് കേട്ടോ. അതും
പിന്നെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് വരുമ്പോഴേ ഇത് ജസ്റ്റ് ഒരു സ്റ്റില്ലല്ലേ, മറ്റേ സിറ്റുവേഷൻ അങ്ങനത്തെ വരുമ്പോൾ അത് വേറെ ലെവലായിരിക്കും. അതെ, അതായത് നമ്മുടെ മനസ്സിലെന്തെന്നറിയോ, എപ്പോഴും ദി കിങ് ആൻഡ് കമ്മീഷണർ അല്ലേ, അത് മനസ്സിൽ കിടപ്പുണ്ട്. അത് വലുതാക്കുമ്പോൾ ഇവരങ്ങ്, അതായത് ടെററിസ്റ്റ് സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ വലുതാക്കും. എന്നിട്ട് എന്താ ഉണ്ടാവുന്ന ഒരു കുറച്ച് സംഭവങ്ങളുണ്ട്, അത് കൈവിട്ട കളിയായിരിക്കും. അങ്ങനെ ആവരുത് എന്നുള്ളതാണ്. അതാണല്ലോ പ്രതീക്ഷ ഉണ്ട്. അടുത്തത് വേട്ടയ്യൻ. വേട്ടയ്യൻ സിനിമയുടെ OTT റൈറ്റ്സ് ആമസോൺ പ്രൈം സ്വന്തമാക്കിയിട്ടുണ്ട്. അതായത് രജനീകാന്തിന്റെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് റേറ്റിനാണ് സിനിമ പോയിരിക്കുന്നതെന്നാണ് കേൾക്കുന്നത് കേട്ടോ. അതായത് ഏറ്റവും വലിയ സെയിലാണെന്ന് ഇതുവരെ വന്നിട്ടുള്ള രജനീകാന്ത് സിനിമകളുടെ OTT. എന്തായാലും സിനിമ ഒക്ടോബറിലാണ് റിലീസ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഒക്ടോബർ 2. അടുത്ത കിഴി. ഓക്കെ, പോന്നോട്ടെ. അയ്യോ, ലാലേട്ടൻ്റെ വൃഷഭ സിനിമയുടെ ഭാഗത്തുനിന്ന് വരുന്ന റൂമേഴ്സ് അത്ര സന്തോഷം നൽകുന്നതല്ല. വൃഷഭ ഉപേക്ഷിക്കാൻ പോകുന്നു എന്നുള്ളതാണ് കേൾക്കുന്നത്. അതായത് സിനിമയുടെ ഷൂട്ടിന് മുൻപ് ഒരു ബഡ്ജറ്റ് തീരുമാനിച്ചിട്ടുണ്ടാവുമല്ലോ, ആ ബഡ്ജറ്റിൻ്റെ മുകളിലേക്ക് സിനിമയുടെ ബഡ്ജറ്റ് എത്തും എന്നുള്ള പേടി കാരണം സിനിമ ഉപേക്ഷിക്കാൻ പോകുന്നു എന്നുള്ളതാണ് കേൾക്കുന്നത്. എല്ലാം റൂമറാണ്, ഒഫീഷ്യൽ ഉള്ള സാധനമൊന്നുമല്ല, കേൾക്കുന്നത് മാത്രം. ആദ്യം പറയുന്ന പോലെ തന്നെ കേട്ടത് മാത്രമാണ്. അതെ, എന്താവും എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. ഇതിനെക്കുറിച്ച് ഒരു ധാരണ നമുക്കില്ല കേട്ടോ. അടുത്തത് റാം സിനിമയുടെ മ്യൂസിക് ചെയ്തിരിക്കുന്ന വിനായക് ശശികുമാർ ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്, കാണാം. അതായത് സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഇംഗ്ലീഷ് സോങ്, അത് നമ്മുടെ ജെയിംസ് ബോണ്ട് സിനിമകളിലുള്ള ഇംഗ്ലീഷ് സോങ് പോലെയാണെന്ന് പറഞ്ഞാൽ, അല്ലാതെ ഇവിടെ ലാപ്ടോപ്പ് ഇംഗ്ലീഷ് സോങ് ഒന്നും അല്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. ഞാൻ ഒത്തിരി എപ്പോഴും നമ്മുടെ ഇവിടെ ഉള്ളതിനൊരു പുച്ഛം, ചെറുകനെ ഇവിടെ ഉള്ളതിന് എല്ലാത്തിനോടും പുച്ഛമില്ല, ചിലതിനോട് അത്രേ ഉള്ളൂ. ജിത്തു ജോസഫ് സാറിന്റെ സിനിമയിലാണ് ആദ്യം ഇംഗ്ലീഷിൽ എഴുതുന്നത്. റാം എന്നുള്ള മോഹൻലാൽ നായകനായ സിനിമ അത് ഇറങ്ങാൻ പോകുന്നതാണ്. റാമിന്റെ ഒരു തീം സോങ് വേണം, ഇംഗ്ലീഷിൽ എഴുതിയാലോ എന്ന് എന്റെ മനസ്സിൽ ഒരു ഐഡിയ തോന്നി. എഴുതിയിട്ട് സാറിന് പ്രസന്റ് ചെയ്തു, അവർക്ക് ഇഷ്ടപ്പെട്ടു. ഒരു മാസ് സോങ് എന്ന് വേണമെങ്കിൽ പറയാം, ഇന്ത്യൻ ടൈപ്പ് ഓഫ് മാസ് സോങ് അല്ല, ഒരു ജെയിംസ് ബോണ്ട് സിനിമയിലൊക്കെ വരുന്ന പോലെ ഒരു പക്ഷേ ആണെങ്കിൽ കൺസെപ്റ്റ്. കാറ്റ് എന്താണ് മൂപ്പര് പാട്ട് പാടിയാണ്, കാറ്റിൽ ഇളം കാറ്റിൽ, പണ്ടത്തെ പാട്ട് അങ്ങനത്തെ അതുപോലത്തെ സോങ്ങാണ്. മാസായതുകൊണ്ട് ജെയിംസ് ബോണ്ട് പോലത്തെ അല്ല, ജെയിംസ് ബോണ്ട് പടത്തിലെ പോലെയല്ലേ, മാസല്ലേ ഇതല്ലേ. അയ്യോ, പോരട്ടെ. അടുത്തത് അടുത്ത കീഴിൽ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം, ഗോട്ട് സിനിമയുടെ ഒഫീഷ്യൽ ടീസറോ അല്ലെങ്കിൽ സെക്കൻഡ് സിംഗിളോ 22-ന് നമ്മുടെ ദളപതി വിജയുടെ ബർത്ത്ഡേക്ക് വരും എന്നുള്ളതാണ് കേൾക്കുന്നത്. അവർ തന്നെ തീരുമാനിക്കട്ടല്ലേ. ഓക്കെ, എന്തായാലും മറ്റൊന്ന്, ഇപ്പോൾ ഇതിൻ്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ക്ലൈമാക്സ് പോർഷൻ അല്ലേ, ഒരു ആക്ഷൻ സീനായിരിക്കും എന്നുള്ളതാണ് കേൾക്കുന്നത്. അത് ദളപതി വിജയും ഇളയ ദളപതി വിജയും തമ്മിലുള്ളതായിരിക്കും. അതായത് ഫാദർ മകൻ ബന്ധമുള്ള, അതായത് രണ്ടും ആൾ തന്നെയാണല്ലോ ചെയ്യുന്ന സിനിമയിൽ. അപ്പോൾ ഇവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യുന്നതായിരിക്കും ഇതിൻ്റെ ക്ലൈമാക്സ് എന്നുള്ളതാണ് കേൾക്കുന്നത്. അതെ, അതിനൊരു പ്രത്യേകത ഉണ്ട്, ചിലപ്പോൾ രണ്ടും ഒരാൾ തന്നെയായിരിക്കും. അതും പറയാൻ പറ്റും, അത് ഫ്യൂച്ചറും പ്രസന്റും അല്ലെങ്കിൽ പാസ്റ്റും പ്രസന്റും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അടുത്തത് ദേവര സിനിമയുടെ റിലീസ് ഡേറ്റ് പ്രീപോൺ ചെയ്തിട്ടുണ്ട്. ഒക്ടോബർ 10 അത് സെപ്റ്റംബർ 27 ഞാൻ പണ്ടേ പറഞ്ഞല്ലോ, അല്ല കഴിഞ്ഞതാ, ഞാൻ പണ്ടേ പറഞ്ഞതാ ഈ സെപ്റ്റംബർ 27. എല്ലാരും നോക്കിക്കോ, ഇനിയും വരാനുണ്ട്. അത് ഈ കിഴിയിൽ ഇങ്ങനെ പറഞ്ഞിട്ടാണതേ, ഇവരൊക്കെ കിഴി എടുത്ത് കാണും ചെയ്യും. എന്നിട്ട് ഇത് നല്ല ഡേറ്റാന്ന് അറിഞ്ഞിട്ട് എല്ലാം, അതായത് മുന്നേ അല്ല സെപ്റ്റംബർ കഴിഞ്ഞുള്ള റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചവരൊക്കെ ഇവിടെ കൊണ്ടു നോക്കുന്നു. ഇനി കൊണ്ടുവെക്കാനുള്ളവർ ഇവിടുന്ന് കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുവെക്കുന്നു. ഇനി ഞാൻ പറയൂട്ടോ കിഴിയിൽ, എനിക്ക് എല്ലാവരോടും മാപ്പ് ചോദിക്കുകയാണ്. ഞാൻ ആ ദിവസം ജനിച്ചു പോയി, ഇനി പറയില്ല. അപ്പൊ എന്തായാലും കിഴി എപ്പിസോഡുകൾ തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ കാണാം. ബൈ.